ഒരു ജില്ലാ കളക്ടറാകുക എന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരു പോലീസ് ഓഫീസറായി ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടോ ഒക്കെ ചുമതല വഹിക്കാൻ സ്വപ്നം കാണുന്ന ഒട്ടനവധി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു ജില്ലാ കളക്ടറാകാൻ പറ്റുക? സിവിൽ സർവീസ് സ്വപ്നങ്ങളുമായി കുട്ടികൾ ധാരാളം അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാമിനേഷനെ നേരിടേണ്ടത്? എങ്ങനെയാണ് ഒരു സിവിൽ സർവൻ്റായി തീരാൻ സാധിക്കുക? ഇന്ത്യയിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഈ തൊഴിൽ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ സാധിക്കും? ഒരു IAS അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് പോലെയുള്ള മേഖലകളിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതേണ്ട പരീക്ഷ ഏതാണ്? അതിന് നേടിയെടുക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? സിവിൽ സർവീസ് എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുന്നൊരു വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ അയാളുടെ പഠന പ്രക്രിയ ആരംഭിക്കേണ്ടത് ഏതാണ്ട് 6ാം ക്ലാസ് മുതൽ തന്നെയാണ്. 6ാം ക്ലാസ് മുതൽ അയാൾ ശ്രമിക്കേണ്ടത് 6 മുതൽ മുകളിലേക്കുള്ള 6, 7, 8, 9, 10, +1, +2 പരീക്ഷകൾക്ക് അയാൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തറവായി പഠിക്കുക എന്നതാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ആ പഠനം പൂർത്തിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ലതുപോലെ പത്രങ്ങളും മാസികകളും പരമാവധി വായിക്കാനും വാർത്തകൾ ശേഖരിച്ചു വയ്ക്കാനും, അതായത് കാലിക പ്രസക്തിയുള്ള അന്താരാഷ്ട്ര, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ഇൻ ഡെപ്തിൽ അറിയാനും ഈ മേഖലകളിൽ വിപുലമായ അറിവ് സമ്പാദിച്ചെടുക്കാനുമുള്ള ഒരു ശ്രമം, അതാണ് ഇതിന് പാരലായിട്ട് നടത്തേണ്ടത്. ഈ 2 തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ അയാൾ കാലേകൂട്ടി തീരുമാനിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം അയാൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ ബിരുദമെടുക്കുക എന്നുള്ളതാണ്. അതേത് ബിരുദവുമാകാം. BA ആകാം, BSc ആകാം, BCom ആകാം, പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാമുകളാകാം, മെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാമുകളാകാം, അതല്ല എങ്കിൽ എൻജിനീയറിംഗ് ബിരുദമാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു ബാച്ചിലർ ബിരുദമെടുക്കുന്ന ഏതൊരു കുട്ടിക്ക് വേണമെങ്കിലും സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിമിനറി എഴുതാൻ സാധിക്കും. പരീക്ഷ എന്ന് പറയുമ്പം പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ മുന്നോട്ട് പോവുക. ആദ്യത്തെ ഘട്ടത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ, രണ്ടാമത്തെ ഘട്ടത്തിൽ മെയിൻ എക്സാമിനേഷൻ, മൂന്നാമത്തെ ഘട്ടത്തിൽ ഇൻ്റർവ്യൂ എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ പരീക്ഷ മുന്നോട്ട് പോവുക. ഏതാണ്ട് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ 1000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികളെയാണ് വിവിധ കേഡറുകളിലായി സെലക്ട് ചെയ്യപ്പെടുക. 24ഓളം കേഡറുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിൽ ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടുന്നവർക്കാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന IAS ലഭ്യമാകുന്നത് എങ്കിൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസും, താഴേക്ക് വരുന്ന റാങ്കുകാർക്ക് ഇന്ത്യൻ പോലീസ് സർവീസും, ഇന്ത്യൻ റവന്യൂ സർവീസും, ഇന്ത്യൻ റെയിൽവേ സർവീസും ഉൾപ്പെടെയുള്ള 24ഓളം കേഡറുകളിൽ കുട്ടികൾക്ക് നിയമനം ലഭിക്കുന്നു. ഏറ്റവും മികവുറ്റ വിദ്യാർത്ഥികൾക്ക് ഒരു കേഡറിൽ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് നിശ്ചിത വർഷം സർവീസ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറുന്നതിനുള്ള അവസരവും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ പഠനം ഇഷ്ടമുള്ള വിഷയത്തിൽ, അയാൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയത്തിൽ ഡിഗ്രി എടുക്കുക എന്നുള്ളത് മുഖ്യം. ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ അയാൾക്ക് മത്സര പരീക്ഷയെ അഭിമുഖീകരിച്ച് തുടങ്ങാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനം നടത്തുന്ന, കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന, പഴുതുകളില്ലാത്തൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നടക്കുക. ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആദ്യം അവർ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതണം. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുക. ആദ്യ ഭാഗത്തിൽ ഈ കുട്ടികൾ എഴുതേണ്ടത് സിവിൽ സർവീസിനെ കുറിച്ചിട്ടുള്ള അവരുടെ അഭിരുചി അളക്കുന്ന ഒരു പരീക്ഷയും അതേപോലെ തന്നെ ജനറൽ നോളജ് ഉൾപ്പെടെയുള്ള മറ്റു മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു പരീക്ഷയുമാണ്. അങ്ങനെ 2 പരീക്ഷകൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിമിനറിയിൽ ഇവർ എഴുതേണ്ടതുണ്ട്. ഒരു 33% മാർക്ക് കിട്ടിയാൽ പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഇതേ പ്രിലിമിനറി എക്സാമിനേഷൻ തന്നെയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പ്രിലിമിനറി ആയിട്ടും പരിഗണിക്കുക. പക്ഷേ 2ൻ്റെയും മെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് മാറും. 33% മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് മെയിൻ എക്സാമിനേഷനിലേക്ക് പോകാം. ഈ മാർക്കിൽ 33% മാർക്ക് നേടുക, അതിനു മുകളിൽ മാർക്ക് നേടുക എന്നതാണ് മുഖ്യം. അതല്ലാതെ ആ പരീക്ഷയിൽ ലഭിച്ച മാർക്കിനെ റാങ്കിൽ ഒരിക്കലും പരിഗണിക്കില്ല. അത് കഴിഞ്ഞാൽ, പാസ്സായി കഴിഞ്ഞാൽ ഏതാനും നാളുകൾക്കകം തന്നെ മെയിൻ എക്സാമിനേഷൻ വരും. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ കാലേ കൂട്ടി തുടങ്ങിയില്ലെങ്കിൽ പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞ് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നതിനിടയിലുള്ള കാലം കൊണ്ടൊരിക്കലും മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് നടത്താൻ സാധിക്കില്ല. ആ തയ്യാറെടുപ്പുകളോടെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും മെയിൻ എക്സാമിനേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെന്തൊക്കെയാണുള്ളത്, അതിനും 2 പാർട്ടുകളുണ്ട്. ആ 2 പാർട്ടുകളിൽ ആദ്യത്തെ ഭാഗം ഒരു ക്വാളിഫയിങ് പാർട്ടാണ്. വീണ്ടും
ലാംഗ്വേജ് ആണ് അവിടെ ചോദിക്കുക. അതിൽ ഒരു ഭാഷ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് നമ്മൾ കുട്ടികൾ എഴുതേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള പ്രാദേശിക ഭാഷകളിൽ ഒന്ന് അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഈ 2 പരീക്ഷയും കിട്ടുന്ന മാർക്ക് 300 വീതം മാർക്കാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ആ 300 മാർക്ക് വെച്ച് അവർ നേടുന്ന മാർക്ക് റാങ്കിന് പരിഗണിക്കില്ല. അവിടെയും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. റാങ്കിന് പരിഗണിക്കുന്നത് എന്താണ്? റാങ്കിന് പരിഗണിക്കുന്നത് അടുത്ത ഭാഗത്തുള്ള പേപ്പറുകളുടെ മാർക്കുകളാണ്. 250 വീതം മാർക്കുള്ള കുറേ പേപ്പറുകളാണ് പിന്നീട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഫൈനൽ എക്സാമിനേഷനിൽ അത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സാണ്. വിവരണാത്മകമായി നമ്മൾ എഴുതേണ്ട പരീക്ഷകളാണ്. ആ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് നിരവധി ഭാഷകളുണ്ട്. അതേപോലെ തന്നെ അതിലാദ്യം നമുക്ക് എസ്സേ പാർട്ടാണ്. ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അറിവിനെ അളക്കുന്ന ഒരു എസ്സേ ആണ്, ഒരു ഉപന്യാസമാണ് ആദ്യത്തെ പേപ്പർ. അത് കഴിഞ്ഞാൽ പിന്നീട് 2 മുതലുള്ള പേപ്പറുകൾ 4 ജനറൽ പേപ്പേഴ്സാണ്. അതിൽ കറണ്ട് അഫെയർസ് വരും, എക്കണോമിക്സ് വരും, ഹിസ്റ്ററി വരും, വേൾഡ് ജിയോഗ്രഫി വരും, പോളിറ്റി വരും, അതേപോലെ തന്നെ എൻവയൺമെൻറ്റൽ സയൻസ് വരും, ക്രൈസിസ് മാനേജ്മെൻറ്റ് വരും, എനർജി വരും, സയൻസ് വരും, ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഉൾക്കൊള്ളുന്ന സയൻസ് വരും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏതാണ്ടൊരു എല്ലാ മേഖലകളെയും തുല്യമായ വെയിറ്റേജ് കൊടുത്ത് സ്പർശിക്കുന്ന ഒരു പരീക്ഷയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. എല്ലാ സബ്ജക്റ്റുകളും ചോദിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ജനറൽ പേപ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ള 2 പേപ്പറുകളിൽ ഒരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യണം കുട്ടികൾ. ആ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാം. അത് പഠിച്ചതാകണമെന്ന്, ഡിഗ്രിക്ക് പഠിച്ചതാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പലപ്പോഴും കുട്ടികൾ അയാൾക്ക് ഇഷ്ടമുള്ള ഡിഗ്രി എടുക്കുന്നു, മെഡിസിൻ എടുക്കുന്നു, MBBS എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾ എടുക്കുന്നു. എന്നിട്ട് പൊതുവേ ഹ്യൂമാനിറ്റീസ് പേപ്പേഴ്സ് ആയിരിക്കും പൊതുവേ കുട്ടികൾ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് എടുക്കുക. കാരണം അതിൽ 2 പരീക്ഷയാണ് ആ ഒരൊറ്റ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കുട്ടികൾ എഴുതേണ്ടത്. അവരുടെ ഇൻഡെപ്ത് നോളജ് അളക്കുന്ന തരത്തിലുള്ള പരീക്ഷയാണ്. അവിടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം, കുട്ടികൾ പൊതുവെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ കുട്ടികൾ പൊതുവെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾക്ക് പൊതുവെ മാറ്റങ്ങൾ കുറവാണ്. ഇപ്പോൾ നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റല്ല. ഹിസ്റ്ററിക്ക് മാറ്റങ്ങൾ വളരെ കുറവാണ്. ജിയോഗ്രഫി കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാത്ത സബ്ജക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യോളജി മാറ്റങ്ങൾ കുറവുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേഷൻ കുറവുള്ള സബ്ജക്റ്റുകളാകുമ്പോൾ അവർ 1 ടൈം പഠിച്ചത് തന്നെ അയാളുടെ എല്ലാ ചാൻസുകളിലും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന ഒരു ഗുണം അവിടെയുണ്ട്. അപ്പോൾ എത്ര ചാൻസുകളാണ് കുട്ടികൾക്ക് കിട്ടുക? 21 മുതൽ 32 വയസ്സ് വരെയാണ് ഈ പരീക്ഷ എഴുതാൻ അനുവാദമുള്ളത്. ഡിഗ്രി പാസ്സായ ഒരു കുട്ടിക്ക് 21 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ 32 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാൻ അനുവാദമുണ്ട്. ആ പരീക്ഷ എഴുതുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് 6 ചാൻസ്, ഈ പ്രായപരിധിക്കുള്ളിൽ 6 ചാൻസ് മാത്രമേ ഒരു ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് എഴുതാൻ കഴിയൂ. 9 ചാൻസ് വരെ OBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് എത്ര ചാൻസ് വേണമെങ്കിലും ഈ പ്രായപരിധിക്കുള്ളിൽ എഴുതാൻ അനുവാദമുണ്ട്. അപ്പം നമുക്ക് ഈ സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താം. പരീക്ഷ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് എഴുതാനായിട്ട് നല്ല വായനാശീലം, അതിന് വായിക്കേണ്ട പുസ്തകങ്ങളുണ്ട്. ഹിസ്റ്ററിയും ജോഗ്രഫിയും പോളിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ കാലേകൂട്ടി പഠിച്ച് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് റിപ്പീറ്റേഷൻ വേണ്ട, ജസ്റ്റ് റിവിഷൻ മാത്രം മതിയാവും. നല്ല പരന്ന വായനാശീലമുള്ള, ഒബ്സർവേഷൻ സ്കില്ലുള്ള കുട്ടികൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റും കൂടി പാസ്സായി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ മാർക്ക് ചേർത്തിട്ട് ഒരു 2025ഓളം മാർക്കാണ് വരിക. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും റിട്ടേൺ ടെസ്റ്റിൻ്റെ മാർക്കും കൂടെ ചേർത്ത് ആ മാർക്കിലാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുക. ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് IAS തരണോ IPS കിട്ടുമോ എന്നൊക്കെ അറിയാൻ സാധിക്കുക. IPS കിട്ടിയ ഒരാൾക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. IAS കിട്ടിയ ഒരാൾക്ക് വേണമെങ്കിൽ താഴേക്കുള്ള ഏത് പോസ്റ്റും IAS വേണ്ട എന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് അനുവാദമുണ്ട്. അങ്ങനെ IAS കിട്ടിയ ധാരാളം ആൾക്കാർ IPS എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. IPS എടുത്ത ഒരാൾക്ക് IAS എടുക്കാൻ പക്ഷേ പറ്റില്ല. IAS എടുത്ത ഒരാൾക്ക് IPS എടുക്കാം. അതുപോലെ തന്നെ അതിന് താഴേക്കുള്ള പോസ്റ്റുകൾ കിട്ടിയ ആൾക്കാർക്ക്, ഏത് പോസ്റ്റ് കിട്ടിയ ആൾക്കാർക്കും ഏത് പോസ്റ്റിലേക്കും പിന്നീട് പോകാനായിട്ട് അനുവാദമുണ്ട്, ഇന്ത്യൻ പോലീസ് സർവീസ് ഒഴിച്ച്. അതുപോലെ തന്നെ CBIയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആകാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതെല്ലാം ഈ ഒരു മിഡിൽ മാനേജ്മെൻറ്റ് മേഖലയിൽ വരുന്ന പോസ്റ്റിങ്ങുകൾ മുഴുവനും സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ് വരിക. അപ്പോൾ നല്ല രീതിയിൽ പത്രങ്ങൾ വായിക്കുകയും മാസികകൾ വായിക്കുകയും യോജന, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി ഒക്കെ പോലെയുള്ള മാസികകളൊക്കെ റുട്ടീനായിട്ട് വായിക്കാനും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാനും അതുമായി ശേഖരിക്കേണ്ട അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെയുള്ളൊരു വിപുലമായ പരിശ്രമത്തിൻ്റെ ദീർഘനാളത്തെ തയ്യാറെടുപ്പിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിരിക്കും സിവിൽ സർവീസ് എന്ന് പറയുന്ന അംബീഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അത് നമുക്ക് 6ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് പതുക്കെ ഇതിലേക്ക് പിച്ച് വെച്ച് തുടങ്ങാം. കാരണം 6ാം ക്ലാസ് മുതലുള്ള ടോപ്പിക്കുകളാണ് ബേസ് എന്ന് പറയുന്നത്. മാത്സിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലുണ്ട്, അതുപോലെ തന്നെ അവർക്ക് മലയാളം ആയിരിക്കാം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ പൊതുവേ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ മലയാളം ലാംഗ്വേജ് നിർബന്ധമൊന്നുമില്ല, മലയാളം ലാംഗ്വേജ് സ്കില്ല് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ തമിഴ് വേണ്ടവർക്ക് തമിഴ് എടുക്കാം, കന്നഡ വേണ്ടവർക്ക് കന്നഡ എടുക്കാം, ഹിന്ദി വേണ്ടവർക്ക് ഹിന്ദി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മേഖല നോക്കാം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും ചോദ്യ പേപ്പർ തയ്യാറാക്കപ്പെടുക. ആ ചോദ്യപേപ്പർ തയ്യാറാക്കപ്പെടുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ തയ്യാറെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത തയ്യാറെടുപ്പ് മെയിൻസിന് ഇത് കിട്ടിക്കഴിഞ്ഞ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം സമയമുണ്ടാവില്ല. അതും കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് നമുക്ക് തയ്യാറെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറഞ്ഞാൽ 1 ടൈം പ്രിലിമിനറി നമ്മൾ പാസ്സായി, അത് കഴിഞ്ഞ് മെയിൻസ് എഴുതി കിട്ടിയില്ല, വീണ്ടും പ്രിലിംസ് മുതൽ തന്നെ നമ്മുടെ തയ്യാറെടുപ്പ് ആരംഭിക്കണം, പരീക്ഷ വീണ്ടും എഴുതണം. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കാഷ്വലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ആണ് അവിടെ നടക്കുക. നിങ്ങളെക്കുറിച്ച് അറിയുന്നതിന്, നിങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയുന്നതിന്, ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്കില്ലുകൾ അളക്കുന്നതിന് ഒക്കെയുള്ള ഒരു മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എപ്പോഴും ഇൻ്റർവ്യൂ നിങ്ങൾക്ക് സമ്മാനിക്കുക. അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പും നമുക്ക് മസ്റ്റായിട്ട് വേണം. അത് സ്കൂൾ എക്സ്പീരിയൻസ് ഒരുപക്ഷെ ചോദിച്ചെന്ന് വരാം, അതേപോലെ തന്നെ പലതരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ പറ്റി ചോദിച്ചു എന്ന് വരാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊരു നല്ല തയ്യാറെടുപ്പ് സിവിൽ സർവീസ് അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടി ചെറിയ കാലം തൊട്ട് മറ്റുള്ളവരോട് ഇടപഴകുന്നത് എങ്ങനെയാണ്, പ്രസൻറ്റബിളായിട്ട് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയുന്നുണ്ടോ, അതോ പാനിക്കാകുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. അപ്പോൾ അക്കാഡമിക്കും നോൺ അക്കാഡമിക്കുമായിട്ടുള്ള ഒട്ടനവധി ഘടകങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് പദവിയിലേക്ക് എത്തുന്ന ഒരാളുടെ മികവായിട്ട് അളക്കപ്പെടുക. അല്ലാതെ വെറും പുസ്തകപ്പുഴുവായിട്ട് മാത്രം ഇരുന്നാൽ പോരാ. ജീവിതാനുഭവങ്ങളുടെ വലിയ ഒരു ലോകത്തുകൂടെ അവർ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ നേടിയെടുക്കുന്ന നിരവധിയായിട്ടുള്ള സ്കില്ലുകൾ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു സർക്കാരിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൗണ്ടർ മാനേജേഴ്സാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യബോധത്തോടെയുള്ള മുന്നേറ്റം നമുക്ക് ആവശ്യമാണ്.